ഹായ് എവറി വൺ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്യൂസസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫ്യൂസസിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷനിങ്, അതുപോലെ അതിൻ്റെ വർക്കിംഗ്, അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് റീവയറബിൾ ഫ്യൂസസ് എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ടൈപ്പായിട്ടുള്ള കാട്രിഡ്ജ് ഫ്യൂസസിൽ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കാട്രിഡ്ജ് ഫ്യൂസസ്. They are developed to overcome the disadvantages of the rewirable fuses. റീവയറബിൾ ഫ്യൂസസിന് നമ്മൾ കുറേ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കാട്രിഡ്ജ് ഫ്യൂസസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എൻക്ലോസ്ഡ് ഇൻ എൻ എയർ ടൈറ്റ് ചാമ്പർ, ഡിറ്റീരിയറേഷൻ ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. നമ്മൾ പറഞ്ഞു മറ്റേതിനകത്ത് മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു, ഡിറ്റീരിയറേഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ആംബിയൻ ടെമ്പറേച്ചർ, പ്രഷറെല്ലാം അതിനെ എഫക്റ്റ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ചേമ്പറിൻ്റെ അകത്താണ് നമ്മുടെ ഫ്യൂസ് എലമെൻറ്റിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഡിറ്റീരിയറേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദ റേറ്റിംഗ് ഓഫ് എ കാട്രിഡ്ജ് ഫ്യൂസ് കുഡ് ബി ആക്യുറേറ്റ്ലി ഡിറ്റർമൈൻഡ് ഫ്രം ഇറ്റ്സ് മാർക്കിംഗ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള മാർക്കിംഗ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ റേറ്റിംഗ് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് കാട്രിഡ്ജ് ഫ്യൂസസ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ റീവയറബിൾ ഫ്യൂസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീവയറബിൾ ഫ്യൂസസിന് പൊതുവെ കോസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിന് കോസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റും കുറവാണ്, നമുക്കതിനെ മാറ്റാനൊക്കെ എളുപ്പമായിരിക്കും. കാട്രിഡ്ജ് ഫ്യൂസസ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ആസ് ദോസ് വിത്ത്, സാധാരണഗതിയിൽ കാട്രിഡ്ജ് ഫ്യൂസസ് നമുക്ക് രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസും ഉണ്ട്, ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസും ഉണ്ട്. ലോ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പം 50 കിലോ ആംപിയർ വരെ ഉള്ള റപ്ചറിങ് കപ്പാസിറ്റി. ഹൈ ആണെങ്കിൽ 80 കിലോ ആംപിയറിൻ്റെ മേലേക്കാണ് അതിൻ്റെ റപ്ചറിങ് കപ്പാസിറ്റി വരുന്നത്. റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എ ഫ്യൂസ് ടു ഓപ്പൺ ദി ഫോൾട്ടി സർക്യൂട്ട് വിത്തൗട്ട് മച്ച് ആർക്കിംഗ് ഓർ ഡാമേജ് ടു ഇറ്റ് സെൽഫ്. ഇപ്പോൾ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പം ഒരു ഫോൾട്ടി സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഫോൾട്ടി സർക്യൂട്ടിനെ നമ്മുടെ മെയിൻ സപ്ലൈയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്യാൻ, അതിൽ നിന്നും വേർതിരിച്ച് കളയാൻ വേണ്ടിയിട്ട് അതിനുള്ള എബിലിറ്റി വിത്തൗട്ട് മച്ച് ആർക്കിംഗ് ഓർ ഡാമേജ് ടു ഇറ്റ് സെൽഫ്. ഫ്യൂസിന് തന്നെ പ്രത്യേകിച്ച് കേടുപാടുകളൊന്നും സംഭവിക്കാതെ, അതുപോലെ ആർക്കൊന്നും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ അതിനെ ഓപ്പൺ ചെയ്ത് കളയാനുള്ള എബിലിറ്റിനെയാണ് അതിൻ്റെ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുക. അപ്പോൾ ലോ റപ്ചറിങ് കപ്പാസിറ്റി ആണെങ്കിൽ അതിന് ഏതുവരെ പറ്റും, 50 കിലോ ആംപിയർ വരെ അങ്ങനെ റപ്ചറിങ് കപ്പാസിറ്റി ഉണ്ടാവും. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ആണെന്നുണ്ടെങ്കിൽ 80 കിലോ ആംപിയറിൻ്റെ മേലേക്ക് ആണ് സാധാരണ അത് യൂസ് ചെയ്യാറുള്ളത്. ഫോർ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻസ് low rupturing capacity fuses are used, whereas for power installations high rupturing capacity fuses are used. നമ്മൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള ഏതാണ്, ചെറിയ കറണ്ട് മതി, 50 കിലോ ആംപിയർ വരെയുള്ള കറണ്ടൊക്കെ നമുക്ക് അവിടെ ആവശ്യം ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ കേസിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളതോ പവർ ഇൻസ്റ്റലേഷൻസ് വരുന്ന കേസിൽ, ലാർജ് പവർ വരുന്ന കേസിലാണ് നമ്മൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി HRC ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ലോ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസിന് തന്നെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് ഫെറ്റ്യൂൾ കോണ്ടാക്റ്റ് കാട്രിഡ്ജ് ഫ്യൂസസ് ആയിട്ടും ഡയാസ്ഡ് സ്ക്രൂ ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെറ്റ്യൂൾ കോണ്ടാക്റ്റ് കാട്രിഡ്ജ് ഫ്യൂസസ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിനെയും അതുപോലെ ഇലക്ട്രോണിക് സർക്യൂട്ടിനെയും ഓപ്പറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മൾ ഏത് യൂസ് ചെയ്യാറുള്ളത്, ഫെറ്റ്യൂൾ കോണ്ടാക്റ്റ് കാട്രിഡ്ജ് ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ അവൈലബിൾ റേഞ്ചസ് ഏതൊക്കെയാണ്, സാധാരണ മില്ലി ആംപിയർ റേഞ്ചിലാണെങ്കിൽ 25, 50, 100, 200, 250, 500 അത്രയും മില്ലി ആംപിയർ റേഞ്ചിൽ അവൈലബിൾ ആണ്. പിന്നെ ആംപിയർ കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 1, 2, 5, 6, 10, 16, 32 ആംപിയർ, 1 ആംപിയർ, 2 ആംപിയർ, 5 ആംപിയർ, 6 ആംപിയർ, 10 ആംപിയർ, 16 ആംപിയർ ആൻഡ് 32 ആംപിയർ വരെ കപ്പാസിറ്റി ഉള്ളത് നമുക്കത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നോർമലി ദ കറണ്ട് റേറ്റിംഗ് ഈസ് റിട്ടൺ ഓൺ വൺ സൈഡ് ഓഫ് ദ ക്യാപ്പ്. അതിൻ്റെ ക്യാപ്പിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും, ക്യാപ്പിൻ്റെ ഒരു സൈഡിനകത്ത് അതിൻ്റെ കറണ്ട് റേറ്റിംഗ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. വൈൽ റീപ്ലേസിങ് ദ സെയിം കപ്പാസിറ്റി ഫ്യൂസ് ഷുഡ് ബി യൂസ്ഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ക്യാപ്പിൽ അങ്ങനെ എഴുതി വെച്ചത്, കാരണം നമുക്ക് തന്നെ എന്തായിരിക്കും, എളുപ്പമായിരിക്കും അത് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതേ കപ്പാസിറ്റി ഉള്ള ഫ്യൂസ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഒന്നുകൂടെ കൂടുതൽ എളുപ്പമായിരിക്കും. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റീവയറബിൾ ഫ്യൂസ് ആണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്കുള്ളത്. ആൻഡ് ഇറ്റ്സ് ബോഡി ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് ഫ്യൂസ് വയർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദ 2 മെറ്റാലിക് ക്യാപ്സ്.
നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്തായിരുന്നു, മേലെ ഒരു കാരിയർ ഉണ്ടാവും, അതായത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പീസ് ഉണ്ടാവും, റീവയറബിൾ ഫ്യൂസ് ആണെങ്കിൽ. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തായിട്ട് ഒരു ഫ്യൂസ് എലമെൻറ്റ് വയർ നമുക്ക് നേരിട്ട് കാണാം. പക്ഷേ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്, ഈ വയറിനെ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ ഈ ഫ്യൂസ് വയർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. രണ്ട് മെറ്റാലിക് ക്യാപ്പിൻ്റെ ഇടയ്ക്കായിട്ട് ഈ വയർ കണക്ട് ചെയ്തിട്ട് അതിനൊരു ഗ്ലാസ് മെറ്റീരിയൽ ഉപയോഗിച്ച് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്നുള്ള ടെമ്പറേച്ചറിൽ നിന്നെല്ലാം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ദിസ് ഫ്യൂസ് ക്യാൻ ബി പ്ലഗ്ഡ് ഇൻ ടു ദ ഫ്യൂസ് സോക്കറ്റ്. അതായത് രണ്ട് രീതിയിൽ വെക്കാം. ഫിഗർ എയിൽ കാണിച്ചതുപോലെയാണെങ്കിൽ ഇതൊരു ഫ്യൂസിൻ്റെ സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂസ് സോക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മേലെയുള്ളത് ഈ ഭാഗമാണ്, ഇതാണ് അതിൻ്റെ ഒരു ഗ്ലാസ് ട്യൂബാണ്. അതൊരു ഗ്ലാസിൻ്റെ ട്യൂബ്, ഇത് രണ്ട് മെറ്റൽ ബോഡി ഉണ്ടാവും, അതിൻ്റെ ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിൻ്റെ അകത്തായിട്ടായിരിക്കും വയർ വെച്ചിട്ടുണ്ടാവുക. അതിനെ നമുക്കിങ്ങനെ ഒരു ഫ്യൂസ് സോക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹോൾഡറാണ്. ആ ഹോൾഡറിൻ്റെ അകത്തേക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. അതൊരു രീതി. ഇതാണ് ഫിഗർ കാണിച്ചിട്ടുള്ളത്. ഫ്യൂസ് എലമെൻ്റ് ആയിട്ടൊരു വയർ ഉണ്ടാവും, പുറത്തൊരു ഗ്ലാസ് ട്യൂബ് ഉണ്ടാവും, രണ്ട് മെറ്റൽ എൻഡ് ക്യാപ്പ് ഉണ്ടാവും. ഇനി നടുക്കുള്ള വയർ ഓപ്പൺ ആവുകയാണ് സാധാരണഗതിയിൽ ഫ്യൂസ് ആവുക എന്ന് പറയുമ്പോൾ നടക്കുന്നത്. ഇനി വേറെ ഒന്ന് ടൈപ്പ് ബി, അല്ലെങ്കിൽ ഫിഗർ ബിയിനകത്ത് കാണിച്ചിട്ടുള്ളത് സ്ക്രൂ ടൈപ്പ് ഫ്യൂസ് ഹോൾഡറാണ്. സ്ക്രൂ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളൊരു സോക്കറ്റിനകത്തേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഫ്യൂസ് ടൈപ്പ് എന്ന് പറയുമ്പോൾ മേലെ ഒരു സ്ക്രൂ ഉണ്ടാവും, താഴേക്കും അതിനെ എന്ത് ചെയ്യുക, ഫ്യൂസ് എലമെൻ്റ് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയാസ്ഡ് സ്ക്രൂ ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസസ്. ഫെറിയൂൾ ടൈപ്പാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഇനി ഡയസ്ഡ് സ്ക്രൂ ടൈപ്പ് കാട്രിഡ്ജ് ഫ്യൂസസ് ആണെങ്കിലും കോമൺലി യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക് ഇൻസ്റ്റലേഷൻസ്. ഡൊമസ്റ്റിക്കിലും അതുപോലെ ഇൻഡസ്ട്രിയൽ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പാർട്സ്. അതിന് സാധാരണ ഉണ്ടാവാറുള്ള പാർട്സ് 1, 2, 3 എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ ഏതാണ്, സ്ക്രൂ ക്യാപ്പ് ഓർ ഫ്യൂസ് കാട്രിഡ്ജ് ഹോൾഡർ. ആ ഫ്യൂസ് കാട്രിഡ്ജിനെ ഹോൾഡ് ചെയ്യുന്ന പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രൂ ക്യാപ്പ്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്യൂസ് കാട്രിഡ്ജ്. ഈ ഭാഗമാണ് നമ്മുടെ ഫ്യൂസ് കാട്രിഡ്ജ്, അതിൻ്റെ അകത്താണ് ഫ്യൂസ് എലമെൻറ്റ് ഉണ്ടാവുക. ദെൻ ഫിറ്റിംഗ് സ്ക്രൂ ഓർ കോണ്ടാക്ട് സ്ക്രൂ. ഇതാണ് ഫിറ്റിംഗ് സ്ക്രൂ അല്ലെങ്കിൽ കോണ്ടാക്ട് സ്ക്രൂ എന്ന് പറയുന്നത്. ദെൻ പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റിക് ഓർ സെറാമിക് റിങ്. ഇതാണ് അതിൻ്റെ പ്രൊട്ടക്റ്റീവ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സെറാമിക് റിങ്. ഫ്യൂസ് ബേസ് ഓർ ഫ്യൂസ് സോക്കറ്റ്. ഇതിൻ്റെ അകത്തേക്കാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അതിനെയാണ് ഫ്യൂസ് സോക്കറ്റ് അല്ലെങ്കിൽ ഫ്യൂസ് ബേസ് എന്ന് പറയുന്നത്. Fuse cartridges are available for rated electric currents of 2, 3, 4, 6, 10, 16, 20 and 24, 25, 32, 50, 63 ഇത്രയും ആംബിയർ, 2, 4, 6 ഇത്രയും ആംബിയറിലാണ് സാധാരണ ഇത് ഫ്യൂസ് കാട്രിഡ്ജസ് അവൈലബിൾ ആയിട്ടുള്ളത്. To prevent the insertion of the fuse cartridge having a larger current rating than intended, the foot contacts of the fuse cartridges have different diameters for each rated current. നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറിനകത്ത് 3 ടൈപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 16 ആംബിയറിൻ്റെയാണ്, അതുപോലെ ഇത് 10 ആംബിയറിൻ്റെയാണ്, ഇത് 6 ആംബിയറിൻ്റെയാണ്. അങ്ങനെ അതിൻ്റെ ഫുഡ് ക്യാപ്പുകൾ, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ്, പല ടൈപ്പിലുള്ള പല കറണ്ട് റേറ്റിങ്ങിലുള്ള ഫ്യൂസ് കാട്രിഡ്ജിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ക്യാപ്പുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്യൂഡ് ക്യാപ്പും ഫുഡ് ഹെഡും അതിനനുസരിച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. 16 ആംബിയറിന് ഒരെണ്ണം, അതുപോലെ 10 ആംബിയറിന് വേറെ സൈസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ, ഫിക്സ് ചെയ്യുന്ന ഡയമീറ്റർ ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതിന് ഓരോന്നിനും ഓരോ ഡയമീറ്ററാണ്. അതിൻ്റെ ഫുഡ് കോണ്ടാക്റ്റിൽ വരുന്ന ഡയമീറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മാറിപ്പോയിട്ട് റേറ്റിംഗ് കൂടിയതിലോ കുറഞ്ഞതിലോ മാറിപ്പോയി നമ്മളത് ഫിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ ഡിഫറെൻറ്റ് കറണ്ട് റേറ്റിങ്ങിൽ ആ ഫിക്സ് ചെയ്യുന്ന ഫുഡ് കോണ്ടാക്റ്റ് വരുന്ന പോർഷനിൽ ഡയമീറ്റർ മാറ്റി കൊടുത്തിട്ടുള്ളത്. 6 ആംബിയറിൽ ഡയമീറ്റർ കുറവാണ്, പക്ഷേ 16 ആംബിയറിൽ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഡയമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഈ കറക്റ്റ് അതിൻ്റെ അകത്ത് തന്നെ പോയിട്ട് അത് ഫിക്സ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ മാറി ഫിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഡയമീറ്റർ ഫുഡ് കോണ്ടാക്റ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. And the fuse cartridges have ceramic body with its foot and head contacts. അതിനെന്തുണ്ടാവും, ഫുഡ് കോണ്ടാക്റ്റും ഉണ്ടാവും, അതുപോലെ ഹെഡ് കോണ്ടാക്റ്റും ഉണ്ടാവും. അങ്ങനെയുള്ള ഫ്യൂസ് കാട്രിഡ്ജ് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സെറാമിക് ബോഡിയാണ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. The two contacts are linked by a fuse wire which is embedded in the sand. ഇനി ഈ രണ്ട് കോണ്ടാക്റ്റിൻ്റെയും ഇടയ്ക്കായിട്ട് എന്തുണ്ടാവും, ഈ രണ്ട് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ മെറ്റൽ കോണ്ടാക്റ്റ്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ടാണ് നമ്മൾ ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ആ ഫ്യൂസ് വയറിനെ എവിടെയാണ് വെച്ചിട്ടുള്ളത്, ഇറ്റ് ഈസ് എംബഡഡ് ഇൻ ദ സാൻഡ്. സാൻഡിൻ്റെ ഉള്ളിലായിട്ടാണ് അതിനെ വെച്ചിട്ടുള്ളത്.
Each cartridge has a brake indicator which will be ejected from the cartridge if the fuse wire is burned out. ഇനി ഈ ഓരോ കാട്രിഡ്ജിനും എന്തുണ്ടാവും, ഒരു ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ബ്രേക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അത് ഫ്യൂസ് ബേൺ ഔട്ട് ആയിട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരും. ഫിഗറിനകത്ത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പാർട്സ് ഓഫ് ദ ഫ്യൂസ് കാട്രിഡ്ജ്, ഒരു ഫ്യൂസ് കാട്രിഡ്ജിൻ്റെ പാർട്ടുണ്ട്. ഡയാസ്ഡ് ടൈപ്പ് ഫ്യൂസ് കാട്രിഡ്ജിൻ്റെ പാർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 1 ഹെഡ് കോണ്ടാക്റ്റ്, ഈ മേലെ കാണുന്ന പോർഷനാണ് അതിൻ്റെ ഹെഡ് കോണ്ടാക്റ്റ് വരുന്നത്. 2 എന്ന് പറയുന്നത് ബ്രേക്ക് ഇൻഡിക്കേറ്റർ. ഈ പോർഷനാണ് ബ്രേക്ക് ഇൻഡിക്കേറ്റർ. ഇവിടെ ഒരു സ്പ്രിങ് പോലെ ഒരു സംഭവം, ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇൻഡിക്കേറ്റർ 2. ഈ ബ്രേക്ക് ഇൻഡിക്കേറ്റർ ഫ്യൂസ് വയർ, തേർഡ് വൺ ഫ്യൂസ് വയർ നടുക്കുള്ളത്, ഫ്യൂസ് വയർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഇൻഡിക്കേറ്റർ മേലേക്ക് ഇജക്റ്റ് ചെയ്ത് വരും. സോ നമുക്ക് മേലേക്ക് ഇജക്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഫ്യൂസ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ നെക്സ്റ്റ് വൺ സാൻഡ് ഫില്ലിംഗ്. ഈ ഫ്യൂസ് ഇൻഡിക്കേറ്ററിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ട്യൂബിൽ സാൻഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ സെറാമിക് ഫ്യൂസ് ബോഡി, പുറത്തുള്ള ഭാഗം സെറാമിക് ഫ്യൂസ് ബോഡിയാണ്. 6th വൺ എന്ന് പറയുന്നത് ഫുട്ട് കോണ്ടാക്റ്റ് ആണ്. ഫുട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, ഹെഡ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഡിഫറെൻറ്റ് കറണ്ട് റേറ്റിംഗ്. ഓരോ കറണ്ട് റേറ്റിംഗും നമുക്ക് വേറെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ഡയമീറ്റർ പ്രൊവൈഡ് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോഡിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 ആംപിയർ കപ്പാസിറ്റി ആണെങ്കിൽ പിങ്ക് കളർ, 4 ആംപിയറിന് ബ്രൗൺ കളർ, 6 ആംപിയറിന് ഗ്രീൻ ആൻഡ് 10 ആംപിയറിന് റെഡ്, 16 ആംപിയറിന് ഗ്രേ, 20 ആംപിയറിന് ബ്ലൂ, ദെൻ 25 ആംപിയറിന് യെല്ലോ, 32 ആംപിയറിന് ബ്ലാക്ക്, 50 ആണെങ്കിൽ വൈറ്റ്, 63 ആണെങ്കിൽ കോപ്പർ. അങ്ങനെ ഡിഫറെൻറ്റ് കറണ്ട് റേറ്റിങ്ങിന് ഡിഫറെൻറ്റ് കളർ കോഡിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കളർ കോഡിങ്ങിൻ്റെ ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്ര ആംപിയർ റേറ്റിംഗുള്ള ഫ്യൂസ് ആണ് എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഡയാസ്ഡ് ടൈപ്പ് ഫ്യൂസസ് ആർ അവൈലബിൾ ഇൻ ദ 2 കാറ്റഗറീസ്. ഡയാസ്ഡ് ടൈപ്പ് ഫ്യൂസസ് 2 കാറ്റഗറിയിൽ അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് ഉണ്ട്, ഡിലേഡ് റെസ്പോൺസ് ടൈപ്പ് ഉണ്ട്. അതായത് ക്വിക്ക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ ഫോൾട്ട് ഉണ്ടായാൽ ആ സ്പോട്ടിൽ ഐസൊലേറ്റ് ചെയ്യിക്കുന്ന ടൈപ്പും ഉണ്ട്. അതുപോലെ ഡിലേഡ് എന്ന് പറയുമ്പം കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻ വരുന്ന രീതിയിലുള്ള ഫ്യൂസസ് ഉണ്ട്. ക്വിക്ക് റെസ്പോൺസ് ഫ്യൂസ് ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റിംഗ് സർക്യൂട്ട് ആൻഡ് നോർമൽ ലോഡ്. ഹീറ്റിംഗ് സർക്യൂട്ടിനും നോർമൽ ലോഡിനുമാണ് ക്വിക്ക് റെസ്പോൺസ് ടൈപ്പ് യൂസ് ചെയ്യാറുള്ളത്. പെട്ടെന്ന് തന്നെ ബ്രേക്കാക്കി കളയണം. ആൻഡ് ഡിലേഡ് ആക്ഷൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് മോട്ടോർ സർക്യൂട്ട്സിലും അതുപോലെ ഹൈലി ഇൻഡക്റ്റീവ് സർക്യൂട്ടുകൾ വരുന്ന കേസിലാണ്. മോട്ടോർ ഒരു ഇൻഡക്റ്റീവ് ലോഡാണ്. സോ മോട്ടറിലും അതുപോലെ ഹൈലി ഇൻഡക്റ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിലുമാണ് ഏത് യൂസ് ചെയ്യാറുള്ളത്? ഡിലേഡ് ആക്ഷൻ ടൈപ്പ്. അപ്പോൾ ക്വിക്ക് റെസ്പോൺസ് ആണെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റ് അല്ലെങ്കിൽ നോർമൽ ലോഡ്. ഹീറ്റിംഗ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ റെസിസ്റ്റീവ് ലോഡാണ് വരുന്നത്. അപ്പോൾ റെസിസ്റ്റീവ് ലോഡുകൾ, നോർമൽ ലോഡുകൾ വരുന്ന കേസിൽ നമ്മൾ ക്വിക്ക് റെസ്പോൺസ് ടൈപ്പും ഡയാസ്ഡ് ടൈപ്പ് ഫ്യൂസസും, ഡിലേഡ് ആയിട്ട് വരുന്ന അതായത് ഇൻഡക്റ്റീവ് ലോഡുകൾ വരുന്ന കേസിൽ, മോട്ടോർ സർക്യൂട്ട് പോലെയുള്ള ഇൻഡക്റ്റീവ് ലോഡുകൾ വരുന്ന കേസിൽ ഡിലേഡ് ടൈപ്പുമാണ് യൂസ് ചെയ്യാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ്. ദേ ആർ സിലിണ്ട്രിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ആർ മെയ്ഡ് ഓഫ് എ സെറാമിക് ബോഡി ഫിൽഡ് വിത്ത് എ കെമിക്കലി ട്രീറ്റഡ് ഫില്ലിംഗ് പൗഡർ ഓർ സിലിക്ക ടു quench ദ ആർക്കിംഗ് ക്വിക്ക്ലി വിത്തൗട്ട് എനി ഫയർ ഹാസാർഡ്. ഇവിടെ എന്താണ്, സിലിണ്ട്രിക്കൽ ഷേപ്പിലാണുള്ളത്. സെറാമിക് ബോഡി കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഫ്യൂസ് വയർ വെച്ചിട്ടുണ്ടാവുക. അതെന്തുകൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ടാകുന്ന നേരത്തെ നമ്മൾ സാൻഡ് ഉപയോഗിച്ച് ഫില്ല് ചെയ്തു ഡയാസ്ഡ് ടൈപ്പിൽ. അപ്പോൾ ഈ സാൻഡിന് പകരം ഇവിടെ ഒരു കെമിക്കലി ട്രീറ്റഡ് ഫില്ലിംഗ് പൗഡറാണ് അല്ലെങ്കിൽ സിലിക്കയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ടു quench ദ ആർക്കിംഗ് ക്വിക്ക്ലി വിത്തൗട്ട് എനി ഫയർ ഹസാർഡ്. ഫയറൊന്നും ഉണ്ടാവാതെ തന്നെ ആ ഫ്യൂസ് ബ്രേക്ക് ആവുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഈ ആർക്കിനെ quench ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെമിക്കലി ട്രീറ്റിംഗ് പൗഡർ യൂസ് ചെയ്യണത്. നോർമലി സിൽവർ അലോയ് ഈസ് യൂസ്ഡ് ആസ് ദ ഫ്യൂസിംഗ് എലമെൻറ്റ്. ഇവിടെ നമ്മൾ ഫ്യൂസിംഗ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യാറുള്ളത് സിൽവർ അലോയ് ആണ്. ഹൈ കറണ്ട് കപ്പാസിറ്റിയാണ്. സോ സിൽവർ അലോയ് ആണ് അവിടെ യൂസ് ചെയ്യാറുള്ളത്. സിൽവറിന് കണ്ടക്റ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ്. വെൻ ഇറ്റ് മെൽസ് ഡ്യൂ ടു ദ എക്സസീവ് കറണ്ട് വന്നത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇറ്റ് കമ്പൈൻസ് വിത്ത് ദ സറൗണ്ടിങ് സാൻഡ് പൗഡർ ആൻഡ് ഫോംസ് സ്മോൾ ഗ്ലോബ്യൂൾസ് വിത്തൗട്ട് മേക്കിംഗ് ആൻ ആർക്ക്, സ്പാർക്ക് ഓർ ഗ്യാസ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മൾ ഈ ഫ്യൂസ് എലമെൻറ്റ് അവിടെ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നോർമലി അത് വേഗം എന്ത് ചെയ്യും, അതിൻ്റെ ചുറ്റുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സാൻഡോ അല്ലെങ്കിൽ ആ ഒരു കെമിക്കലി ട്രീറ്റിംഗ് ഫീൽഡ് പൗഡർ ഉപയോഗിച്ചു എന്ന് പറഞ്ഞില്ലേ, ഈ പൗഡറിൻ്റെ അകത്ത് അത് മിക്സ് ചെയ്യും. സോ അങ്ങനെ മിക്സ് ചെയ്തിട്ട് സ്മോൾ ഗ്ലോബ്യൂൾസ് ഉണ്ടാക്കും, ബബിൾസ് പോലെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് തന്നെ എന്ത് ചെയ്യും, ആർക്ക് ഉണ്ടാക്കാതെ അങ്ങനെ ആ ആർക്കിനെ അങ്ങനെ അങ്ങ് quench ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സാൻഡ് അല്ലെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള കെമിക്കൽ ട്രീറ്റഡ് പൗഡറിൽ അത് മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിന് ഗ്ലോബ്യൂൾസ് ഉണ്ടായിട്ട് ആ സ്പാർക്കിനെ അല്ലെങ്കിൽ ആ ഒരു ആർക്കിനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഒഴിവാക്കി കളയും. HRC ഫ്യൂസസ് ക്യാൻ ഓപ്പൺ എ ഷോർട്ട് സർക്യൂട്ട് വിത്തിൻ 0.013 സെക്കൻഡ്. ഇവിടെ
സ്പീഡ് ഓഫ് ഓപ്പറേഷൻ എന്താണ്? ഹൈ ആണ്. അതായത് 0.013 സെക്കൻഡ് 13 മില്ലി സെക്കൻഡിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും? സർക്യൂട്ടിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുള്ള സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്ത് കളയാനുള്ള കഴിവ് ഇതിനുണ്ട്, HRC ഫ്യൂസസിനുണ്ട്. ഇറ്റ് ഹാസ് ആൻ ഇൻഡിക്കേറ്റർ ടു ഷോ ദ ഫ്യൂസ് ഹാസ് ബ്ലോൺ. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു, ഡയാസ്റ്റർ ടൈപ്പ് ഫ്യൂസിൽ നമ്മളൊരു ഇൻഡിക്കേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫ്യൂസ് ബ്ലോൺ ഔട്ട് ആയോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് HRC ഫ്യൂസസിനകത്തും ഒരു ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. റപ്ചറിങ് കപ്പാസിറ്റി ഓഫ് ദ ഫ്യൂസ് കുഡ് ബി കാൽക്കുലേറ്റഡ് ഫ്രം ദി ഫോളോയിങ് ഫോർമുല. ഇനി നമുക്ക് ഈ ഫ്യൂസിൻ്റെ റപ്ചറിങ് കപ്പാസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ MVA റേറ്റിങ്ങിലാണ് നമ്മൾ പറയാറുള്ളത്. ഫോൾട്ട് കറണ്ട് ഇൻ ആംബിയേഴ്സ്, അവിടെ ഫോൾട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഹൈ കറണ്ട് ഉണ്ടാവുമല്ലോ, ഈ കറണ്ട് ഇൻ ആംബിയേഴ്സ് ഇൻറ്റു സർക്യൂട്ട് വോൾട്ടേജ്. സർക്യൂട്ട് വോൾട്ടേജിൻ്റെയും ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ടിൻ്റെ പ്രോഡക്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ അതിന് ഡിവൈഡഡ് ബൈ 10⁶ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? മെഗാ വോൾട്ട് ആംബിയറിലുള്ള റപ്ചറിങ് കപ്പാസിറ്റി കിട്ടും. As HRC fuses are capable of opening circuits having very high faulty currents, these are preferred in the high power circuits even though the replacement cost is high. HRC ഫ്യൂസസിന് എന്താണ്? ഹൈ റപ്ചറിങ് കപ്പാസിറ്റിയാണ്. അതായത് അതിന് ഹൈ കറണ്ട്, ഹൈ ഫോൾട്ടി കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ HRC ഫ്യൂസസിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർ നമുക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റും? ഹൈ ഫോൾട്ടി കറണ്ടൊക്കെ വരാൻ ചാൻസ് ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഹൈ പവർ സർക്യൂട്ടുകളിലാണ്. ഹൈ പവർ സർക്യൂട്ടുകളിലാണ് അതൊക്കെ ആവശ്യം വരാറുള്ളത്. സോ അങ്ങനെയുള്ള കേസുകളിലാണൊക്കെയാണ് നമ്മൾ HRC ഫ്യൂസസ് യൂസ് ചെയ്യാറുള്ളത്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് കുറച്ചുകൂടെ ഹൈ ആണെങ്കിൽ പോലും നമ്മളത് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഹൈ പവർ സർക്യൂട്ടുകളിലാണ്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ദ HRC ആൻഡ് റീവയറബിൾ ഫ്യൂസസ്. HRC ഫ്യൂസിൻ്റെയും റീവയറബിൾ ഫ്യൂസിൻ്റെയും കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. റപ്ചറിങ് കപ്പാസിറ്റി ആണെങ്കിൽ റീവയറബിൾ ഫ്യൂസസിൽ നോട്ട് റെക്കമെൻഡഡ് ഫോർ കറണ്ട്സ് എക്സീഡിങ് 200 ആംപിയർ ഓർ ഫോർ മോർ ദാൻ 600 വോൾട്ട് where there is a possibility of a short circuit fault of more than 5 mega ampere. അപ്പോൾ എന്ത് ചെയ്യില്ല? റീവയറബിൾ ഫ്യൂസസ് ആണെങ്കിൽ 200 ആംപിയറിൻ്റെ മുകളിലേക്കോ അല്ലെങ്കിൽ 600 വോൾട്ടിൻ്റെ മേലേക്കോ വരുന്ന സർക്യൂട്ടുകൾ അത് യൂസ് ചെയ്യാറില്ല. കാരണം അവിടെ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് കറണ്ട് 5 മെഗാ വോൾട്ട് ആംപിയർ വരെ അതിന് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട് കപ്പാസിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കാരണം എവിടെ യൂസ് ചെയ്യില്ല? റീവയറബിൾ ഫ്യൂസസ് ഹൈ കറണ്ട് വരുന്ന കേസിൽ യൂസ് ചെയ്യാറില്ല. ദെൻ HRC ഫ്യൂസസ് ആണെങ്കിൽ നോർമൽ ടൈപ്പാണ്. ടു ഫോൾട്ട് ലോഡ്സ് അപ് ടു 2500 കിലോ വോൾട്ട് ആംപിയർ 2500 കിലോ വോൾട്ട് ആംപിയർ വരെ യൂസ് ചെയ്യാൻ ആർക്ക് സാധിക്കും? HRC യൂസസിന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് 50 മെഗാ വോൾട്ട് ആംപിയർ വരെ ഒബ്റ്റെയിനബിൾ ആണ്. അത്രയും വരെ അതിന് ഫ്യൂസസ് അപ് ടു 50 മെഗാ വോൾട്ട് ആംപിയർ കപ്പാസിറ്റി വരെ ഉള്ളതിന് വരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. HRC ഫ്യൂസസിൽ അവൈലബിൾ ആണ്. ദെൻ റപ്ചറിങ് സ്പീഡാണ്. റപ്ചറിങ് കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കിയത്. റപ്ചറിങ് സ്പീഡ് നോക്കുകയാണെങ്കിൽ റേറ്റിംഗ് ആൻഡ് കട്ട് ഓഫ് നോട്ട് അബ്സല്യൂട്ട്ലി റിലയബിൾ. അതിൻ്റെ റേറ്റിംഗും കട്ട് ഓഫും നമുക്ക് അത്ര വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല സാധാരണ റീവയറബിൾ ഫ്യൂസസിൻ്റെ കേസിൽ വരുന്നത്. HRC ഫ്യൂസസ് ആണെങ്കിൽ റാപ്പിഡ് ഓപ്പറേഷനാണ്, പെട്ടെന്നാണ് അത് നടക്കുന്നത്. യൂഷ്വലി AC സപ്ലൈ കറണ്ട് ഈസ് കട്ട് ഓഫ് വിത്തിൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ സൈക്കിൾ. ആ കറണ്ട് സിഗ്നൽ വരുന്നതിൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ തന്നെ മിക്കവാറും എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത്രയും ഹൈ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള കഴിവ് HRC ഫ്യൂസസിനുണ്ട്. ഇനി ഡിസ്ക്രിമിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 റേറ്റിംഗിൽ വരുന്ന സർക്യൂട്ട് ആണെങ്കിൽ രണ്ടിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാനുള്ള കഴിവ് ഫ്യൂസസിനും അതുപോലെ സർക്യൂട്ട് ബ്രേക്കേഴ്സിനൊക്കെ വേണം. റീവയറബിൾ ഫ്യൂസസിലാണെങ്കിൽ ഡിസ്ക്രിമിനേഷൻ കുറവാണ്. HRC ഫ്യൂസസിലാണെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷനാണ് പ്രൊവൈഡ് ചെയ്യണത്. ദെൻ സേഫ്റ്റി ഇൻ ഓപ്പറേഷൻ. റിവയറബിൾ ഫ്യൂസസ് ആണെങ്കിൽ എന്ത് പറഞ്ഞു നമ്മൾ? അതിന് ഫ്ലാഷ് ഓവർ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹൈ ഫോൾട്ട് കറണ്ടൊക്കെ വരുന്ന കേസിൽ ഫ്ലാഷ് ഓവർ വരാനുള്ള ചാൻസ് ഉണ്ട്. HRC ഫ്യൂസസിലാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ ചുറ്റും ഒരു കെമിക്കലി ട്രീറ്റഡ് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്തിട്ട് ആ ഒരു ആർക്കോ അല്ലെങ്കിൽ ഫ്ലാഷോ വരാനുള്ള ചാൻസ് അവിടെ ഒഴിവാക്കുന്നുണ്ട്. ദെൻ ഡിറ്റീരിയറേഷൻ. റീവയറബിൾ ഫ്യൂസസ് ആണെങ്കിൽ അത് പുറമേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഹീറ്റ് എല്ലാം വരുന്ന സമയത്ത് ഓക്സിഡേഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. വിച്ച് കോസസ് റിഡക്ഷൻ ഇൻ ദ ക്രോസ് സെക്ഷണൽ ഏരിയ. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അത് ക്ഷയിച്ചു പോയി കഴിഞ്ഞാൽ, തേയ്മാനം വന്നു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. ക്രോസ് സെക്ഷണൽ ഏരിയ കുറഞ്ഞാൽ എന്താ സംഭവിക്കാം? ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ കൂടുതൽ കറണ്ടിന് കടത്തി റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആവില്ല. കാരണം അത്രയും കറണ്ടിനെ അത് കടത്തി വിടില്ല. സോ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആവുകയുമില്ല. അപ്പോൾ പ്രീമച്ചറിങ് റപ്ചറിങ് ആണ് അവിടെ നടക്കുന്നത്. ഇറ്റ്സ് ലീഡിങ് ടു ഓവർ ഹീറ്റിംഗ്. അത് ഓവറായിട്ട് ഹീറ്റ് ചെയ്യും. കൂടുതൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ അതിന് ഓവർ ഹീറ്റിംഗ് നടക്കും. പ്രീമച്വർ റപ്ചറിങ് ആണ് നടക്കുന്നത്. വേണ്ട സമയത്തിനേക്കാളും മുന്നേ അത് റപ്ചറിങ് നടക്കും.
ദെൻ നോ ഓക്സിഡേഷൻ, ദ എലമെൻറ്റ് ഈസ് കംപ്ലീറ്റ്ലി സീൽഡ്. HRC ഫ്യൂസസിലാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറാമിക് ബോഡി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോഡി വെച്ച് സീൽ ചെയ്ത് വെച്ചത് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നില്ല. സോ അതുകൊണ്ട് തന്നെ അത് കംപ്ലീറ്റ്ലി സീൽഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഫ്യൂസിങ് ഫാക്ടർ, നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂസിങ് ഫാക്ടർ ആണെങ്കിൽ കോപ്പർ വയർ അപ് ടു 20 ആംപിയർ വരെ കപ്പാസിറ്റി ഉള്ള ഫ്യൂസിങ് ഫാക്ടർ കോപ്പർ വയർ ആണെങ്കിൽ 1.7 വരെ മാക്സിമം പോവാം. അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 20 ആംപിയറിൻ്റെ മേലെ കപ്പാസിറ്റി ഉള്ള വയർ ആണെങ്കിൽ 2 വരെ ഫ്യൂസിങ് ഫാക്ടർ 2 വരെ ആവാം. ഇനി HRC ആണെങ്കിൽ ആസ് ലോ ആസ് 1.1 വരെയൊക്കെ എൻ്റെ ഫ്യൂസിങ് ഫാക്ടർ വരുന്നുള്ളൂ HRC ഫ്യൂസസിൻ്റെ കേസിൽ.